പ്രിയപ്പെട്ട നേതാക്കന്മാർ, ആദരണീയനായ ബാബ പരായി, പ്രിയപ്പെട്ട ഷിഹാബ്, ഈ നിയോജകമണ്ഡലത്തിൻ്റെ വികസന നായകൻ കൂടിയായിട്ടുള്ള അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഇന്ന് യോഗത്തിലെ മുഖ്യ ആകർഷകമായ മഹാത്മജി പുരസ്കാരം നേടിയ ബഹുമാന്യനായ കലാം മാസ്റ്റർ, ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ബക്കച്ചെന്നൂർ അബ്ദുൽ കലാം മാസ്റ്റർ, ഇസ്മായിൽ കാവുങ്ങൽ, ബഹുമാന്യനായ മാതാപ്പുഴ മുഹമ്മദ് കുട്ടി, CC അമീർ അലി, മുഹമ്മദ് ഹസൻ, ഹമീദ് മാസ്റ്റർ, KK മുസ്തഫ തുടങ്ങി വേദിക്ക് താഴെയുമായി എത്തിച്ചേർന്നിട്ടുള്ള സർവാദരണീയരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ പുരസ്കാരം ഒരുപക്ഷെ വേറെ എവിടെ നിന്ന് എത്ര വലിയ പുരസ്കാരം ലഭിച്ചാലും അതിനേക്കാളൊക്കെ വലിയ പുരസ്കാരമെന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം വാർഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു പുരസ്കാരമാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത്. ആ പുരസ്കാരത്തിന് അർഹനായ സഹോദരൻ കലാം മാസ്റ്ററെ ഞാൻ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പ്രസംഗത്തിന് ശേഷം ഇവിടെ ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവം എന്ന നിലക്ക് മധുരോദരമായ കൊല്ലം ഷാഫി ഒരുക്കുന്ന ഒരു കലാവിരുന്നുമുണ്ട്. അതുകൊണ്ട് അധികം സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലിയ രാഷ്ട്രീയം നിലനിൽക്കുന്ന, ഗൗരവതരമായ ചർച്ചകൾ നടക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു സമയമാണിത്. ആഗോളതലത്തിൽ തന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളാണ് കഴിഞ്ഞു പോയത്. US പ്രസിഡന്റ് പദവിയിലേക്ക് ഒരു കാലയളവിന് ശേഷം ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വന്നിരിക്കുകയാണ്. ട്രംപിനെ അമേരിക്കയുടെ അധികാരപദത്തിൽ നിന്ന് താഴെ ഇറക്കാൻ അതീവ ശ്രമം നടത്തിയിരുന്ന ഡെമോക്രാറ്റുകൾ തന്നെ ട്രംപിലേക്ക് അമിതാവേശത്തോടുകൂടി തിരിച്ചു വരുന്നത് പൂർണ്ണാർത്ഥത്തിൽ ശുഭകരമായ ഒരു രാഷ്ട്രീയമല്ല എങ്കിലും ചില പാഠങ്ങൾ അതിനകത്തുണ്ട്. അതിലെ ഏറ്റവും സുപ്രധാനമായ പാഠമെന്ന് പറയുന്നത് അമേരിക്കയിലെ സെക്കുലറിസ്റ്റുകളും മതേതരവാദികളും വിശിഷ്യ മുസ്ലിം കമ്മ്യൂണിറ്റിയുമൊക്കെ അടക്കം ഏകപക്ഷീയമായ വോട്ടുകൾ നൽകിയാണ് ബൈഡനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഫലസ്തീൻ ഇഷ്യൂ ഡെവലപ്പ് ചെയ്തു വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതമായ കിരാതമായ ഭരണം അല്ലെങ്കിൽ കിരാതമായ താണ്ഡവം ഫലസ്തീനിലെ പൗരന്മാർക്കു നേരെ ആഞ്ഞു വീശിയപ്പോൾ ഡെമോക്രാറ്റുകളുടെ വോട്ടുകൾ നേടി അധികാരത്തിൽ വന്ന ബൈഡൻ എടുത്ത ഒരു സമീപനമുണ്ട്. മനുഷ്യത്വ വിരുദ്ധതയുടെ കൂടെ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഭരണാധികാരികളുടെ കൂടെ നിൽക്കുകയാണ് ബൈഡൻ ചെയ്തത്. ആ കാലയളവ് അമേരിക്കയുടെ തെരുവുകൾ മുഴുവൻ പ്രക്ഷുബ്ധമായിരുന്നു. ഒരിക്കൽ അമേരിക്കയിൽ സന്ദർശനം നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ടൈംസ് സ്ക്വയറിൽ സായാഹ്നങ്ങൾ വമ്പിച്ച പ്രതിഷേധങ്ങൾ കൊണ്ട് ഇളകി മറയുന്നത് ബൈഡനെതിരായി, ഒപ്പം ഇസ്രായേലിന് എതിരായും. വിശ്വസിച്ച് വോട്ടുകൾ കൊടുക്കുന്ന ജനങ്ങളെ വഞ്ചിച്ചാൽ അവരുടെ പ്രതികരണശേഷി എന്തായിരിക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ട്രംപിലേക്ക് അമേരിക്ക തിരിച്ചു വന്നത്. പക്ഷെ വലിയ പ്രതീക്ഷകൾ നമുക്കുണ്ടാവുന്നത് ട്രംപ് ഉയർത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക എന്ന് അദ്ദേഹം പറയുന്നത്. അമേരിക്കയുടെ ആർജിതമായ വിഭവങ്ങൾ കൊണ്ട് അമേരിക്ക തന്നെ ഉയർന്നു വരേണ്ടുന്ന
ലോകത്ത് മുഴുവൻ ഓടിപ്പാറി നടന്ന് യുദ്ധങ്ങൾ നയിക്കുന്ന തലത്തിൽ നിന്ന് മാറണം എന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ഒരുപക്ഷെ ട്രംപിൽ വായിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ട്രംപിലേക്ക് ജനം തിരിച്ചു വരുന്നത്. ട്രംപ് ഒരു പാഠമാണ്, ബൈഡൻ അതിലേറെ വലിയ ഒരു പാഠമാണ്. ജനങ്ങൾ എന്തിനാണ് ഭരണകൂടങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, വോട്ട് കൊടുക്കുന്നത്, അവരെ വിശ്വസിക്കുന്നത്? അതിനനുസൃതമായിട്ടല്ല ഭരണാധികാരികൾ അവരുടെ കാലയളവുകളെ വിനിയോഗിക്കുന്നതെങ്കിൽ വോട്ട് കൊടുത്ത ജനങ്ങൾ തന്നെ തിരിച്ചടിക്കുമെന്നതിൻ്റെ തെളിവായിരുന്നു അമേരിക്കയിലെ ഈ അവസാനം നമ്മൾ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു നിശബ്ദമായ അല്ലെങ്കിൽ ഒരു നിശബ്ദതയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയം മാറുന്നോ എന്ന ഒരു സംശയം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. ഞാനിവിടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന, ദൈനംദിനം വാർത്തകളെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളോട് തന്നെ ചോദിക്കട്ടെ, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പിലുണ്ടായിരുന്ന ഒരു ജാഗ്രത എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് പോയത്? ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി വരുന്നതോടുകൂടെ എല്ലാം തീർന്നു എന്ന മട്ടിലാണ് നമ്മളൊക്കെയും പലരും നിൽക്കുന്നത്. നമ്മുടെ പ്രചാരണങ്ങൾ കുറഞ്ഞിരിക്കുന്നു, നമ്മുടെ പ്രതിഷേധങ്ങളുടെ ഊക്ക് കുറഞ്ഞിരിക്കുന്നു, ചർച്ചകളും ഈ മനുഷ്യത്വ വിരുദ്ധമായ ഇന്ത്യൻ ഭരണത്തെക്കുറിച്ചുള്ളതും കുറഞ്ഞിരിക്കുന്നു. എല്ലാവരോടുമായി ഞാൻ പറയട്ടെ, ഇത് ജാഗ്രതയുടെ കുറവാണ്, ഇതൊരു സൂക്ഷ്മതയുടെയും കുറവാണ്. അത്രമേൽ അപകടകരമായിട്ടാണ് ഇന്ത്യയുടെ പോക്കെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ GDP. ഇന്നലെ വന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ത്യയുടെ GDP എത്തി നിൽക്കുന്നത് 5.6ലേക്കാണ്. 5.6ലേക്ക് എത്തി നിൽക്കുന്നു ഇന്ത്യയുടെ GDP. ഒരു ശരാശരി രാജ്യത്തിന്റെ GDP ഉണ്ടാവേണ്ടത് പരമാവധി ഒരു 10-11%. എന്നാൽ ഇന്ത്യയുടെ GDP എത്തി നിൽക്കുന്നത് 5.6ലാണ്. എന്ന് വെച്ചാൽ ഇന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവന്റെ വിദ്യാഭ്യാസ കാലയളവ് കഴിഞ്ഞാൽ ഈ രാജ്യത്തൊരു തൊഴിലെടുക്കാൻ പോലും പാകമാം വിധത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക നില ഭദ്രമല്ല എന്നർത്ഥം. ഇത് അപകടകരമാണ്. ഇന്ത്യ പോകുന്നത് വലിയ കുഴപ്പത്തിലേക്കും വലിയ ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തുകയാണ്. അധികാരത്തിൽ വർഗീയതയും കലാപസഹിതമായിട്ടുള്ള അതിക്രമങ്ങൾക്കും മാത്രം വിനിയോഗിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലച്ചോറ് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന അപകടകരമായ പ്രശ്നമാണ് ഇന്ത്യ ഇന്ന് വർത്തമാനകാലത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. നിങ്ങളുടെ കൈകളിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ $1 വില ഇന്നൊന്ന് പരിശോധിച്ച് നോക്ക്. ഇന്നത്തെ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ നോക്കിയത് 85 രൂപയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡോളറിന് ഇത്ര വില വന്ന ഒരു സമയമുണ്ടായിട്ടില്ല. ഈ അപകടകരമായിട്ടുള്ള രൂപയുടെ വിലയിടിവ് ഗൾഫിലെ ചില ആളുകൾക്ക് സന്തോഷം ഉണ്ടാകും. പ്രവാസികളായിട്ടുള്ള ഗൾഫുകാർക്ക് ഒരു താൽക്കാലിക സന്തോഷം. ഇപ്പോൾ റിയാലിന്റെ വില ഇന്ത്യയുടെ റുപ്പികയുമായി തട്ടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വലുതായി കൂടുതൽ കിട്ടും. പക്ഷെ അതൊരു ആത്യന്തികമായ ഗുണമല്ല. ഇന്ത്യയുടെ വില ഇടിയുന്നത് സ്വാഭാവികമായി അപകടകരമായ പോക്കിലേക്ക് ഇന്ത്യ പോവുകയാണ്. ഡോളറിന്റെ വില ഇന്ത്യയുടെ 40 റുപ്പികയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ കെ സുരേന്ദ്രനെ ഓർമ്മിക്കേണ്ടുന്ന സമയമാണിത്. എന്തായിരുന്നു ബടായി എന്നറിയോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡോളറിന്റെ വില 40ലേക്ക്. എന്നാൽ ഡോളറിന്റെ വില ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 85ആണ്. ഇന്ത്യയുടെ മെട്രോ നഗരങ്ങളിൽ ശമ്പള വർധന ഉണ്ടായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മെട്രോ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവന്റെ ശമ്പള വർധനവ് വന്നിട്ട് വർഷങ്ങളായി. ഇന്ത്യയിലെ വലിയ കാർ കമ്പനികൾ അവരുടെ കമ്പനികൾ ഒഴിവാക്കി പുറത്തു പോവുകയാണ്. എന്തിന്? ഇന്ത്യയുടെ ഏത് ഗ്രാമങ്ങളിൽ പോയാലും ഏത് നഗരങ്ങളിൽ പോയാലും നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാർ കമ്പനി മാരുതിയാണ്. മാരുതിയുടെ കാർ കമ്പനിയുടെ ഉടമ പറയുന്നത് ചരിത്രത്തിലില്ലാത്ത വണ്ണം, ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രവാസ സമൂഹത്തിൽ ഇതാ ഈ കൂമണ്ണയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ വണ്ടികൾ ബുക്ക് ചെയ്ത് കിട്ടാത്തതൊക്കെ കാണാം. അത് ഈ കേരളത്തിലെ പ്രവാസത്തിന്റെ ആധിക്യം കൊണ്ടും അവരുടെ ശക്തി കൊണ്ടുമാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയാൽ ഒരു കാർ വാങ്ങാൻ പരുവമുള്ള വിധത്തിലല്ല ഇന്ത്യയിലെ സാധാരണക്കാരന്റെ സാമ്പത്തിക സ്ഥിതി. കാർ കമ്പനികൾ അവരുടെ നിർമ്മാണങ്ങളിൽ ഇടിവ് വന്നിരിക്കുന്നു. രാജ്യം ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോവുകയാണ്.
എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ജാഗ്രതയില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നാം ഒരു സൂക്ഷ്മതയിൽ നിൽക്കാത്തത്? ഈ നാട്ടിൽ ഒരാൾക്കു മാത്രമേ രക്ഷയുള്ളൂ. അത് BJPയുടെ മുകളിൽ പോലും നിൽക്കുന്ന ഗൗതം അദാനിക്കാണ്. ഗൗതം അദാനിയെ മാത്രം പോറ്റാൻ ഒരു രാജ്യത്തിന്റെ സകലമാന മെഷീനറിയും ഉപയോഗിക്കുകയാണ്. എന്നാൽ ആ ഗൗതം അദാനിയെ കുറിച്ച് ലോകത്തിന്റെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പരിശോധിച്ചു നോക്കണം. സോളാർ പവർ പദ്ധതിയുമായി 2200 കോടിയുടെ അഴിമതി ആരോപണത്തിൽ ഗൗതം അദാനി പെട്ടിരിക്കുന്നു എന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കയുടെ പ്രോസിക്യൂട്ടർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആർക്കെതിരെ? അദാനിക്കെതിരെ. കെനിയ എന്ന് പറയുന്ന ഒരു രാജ്യം, എത്രമാത്രം നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ത്യയുമായി കെനിയയെ തട്ടിച്ചു നോക്കൂ നിങ്ങൾ. ആ കെനിയ പറയുകയാണ് സംഗതിയൊക്കെ ശരി, എല്ലാം ശരിയാണ്, പക്ഷേ ഒരു കാട്ടുകള്ളനായ ഒരു കമ്പനിയോട് ഇനിമേൽ ഒരു വ്യാവസായിക ബന്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല. അദാനിയെ കെനിയ കൈയൊഴിയുകയാണ്. ഇത് ലോകത്തിന്റെ ചിത്രമാണ്, ഇത് ലോകത്തിന്റെ ചിത്രമാണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ ചിത്രമാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് നിങ്ങൾ വന്നാൽ അറിയോ, ആന്ധ്രാപ്രദേശ് BJPയുടെ സഖ്യകക്ഷി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ ആന്ധ്രാപ്രദേശ് പറയുന്നു അദാനിയുമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളെ കുറിച്ചും ഞങ്ങൾ പുനരാലോചിക്കുകയാണ്. അദാനി ഇന്ത്യയിലെ ഒരു കാട്ടുകള്ള കമ്പനിയാണ്, അമിതമായ അഴിമതിയിൽ പങ്കാളിയായ കമ്പനിയാണ്, ബ്ലാക്ക് ലിസ്റ്റിൽ ഏർപ്പെടുത്തേണ്ട കമ്പനിയാണ്. ഈ കമ്പനിയുമായി ഞങ്ങൾ ഒരു സഖ്യത്തിന് തയ്യാറല്ലെന്ന് BJPയുടെ സഖ്യകക്ഷിയായ ആന്ധ്രാപ്രദേശ് പറയുമ്പോഴാണ് കേരളം അദാനിയുമായി ഒരു വ്യാവസായിക കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിട്ടുള്ള പരിണാമത്തെ, സാമ്പത്തിക കീഴ്പ്പെടലിനെ, രാഷ്ട്രീയ അടിമത്തത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലോകം മുഴുവൻ കൈയടിയുന്ന അദാനി, ആന്ധ്രാപ്രദേശ് കൈയൊഴിയുന്ന അദാനി, BJPയുടെ ഘടകകക്ഷികൾ കൈയൊഴിയുന്ന അദാനി, ആ അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ശ്രമിക്കുന്നു, കരാർ ഒപ്പുവെക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയുമോ? അദാനിയെ എക്സ്പോസ് ചെയ്യുന്ന, അദാനിയുടെ കള്ളത്തരങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലതുപക്ഷക്കാരനും അദാനി എന്ന കള്ളക്കമ്പനിക്ക് ചുവന്ന പരവതാനി വിധിക്കുന്ന ഇവിടുത്തെ CPM-കാരൻ ഇടതുപക്ഷവുമാണ് എന്ന് പറയുന്നതിലെ തമാശയാണ്. എന്തുമാത്രം രസകരമായ തമാശയാണ്! ഇടതുപക്ഷം അദാനിക്ക് ചുവന്ന പരവതാനി വിധിക്കുക, വലതുപക്ഷമെന്ന് ഇവിടുത്തെ CPM-കാരൻ ആക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയെ വലതുപക്ഷമെന്ന് വിളിക്കുക. ഇത് ഒരു ചെറിയ പ്രശ്നമല്ല, നമ്മുടെ നാട് എത്തി നിൽക്കുന്ന ഒരു അപകടത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ CPM-ന്റെ സുഹൃത്തുക്കൾ ഏതെങ്കിലും ഈ ഗ്രാമത്തിലുണ്ടെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ വിഷൻ അല്ലെങ്കിൽ ഇത്തരം ഒരു കാഴ്ചപ്പാട് ഒരു കള്ളക്കമ്പനിക്ക് പോലും അപകടമാണെന്ന് ആന്ധ്ര പറയുന്ന, ലോകരാജ്യങ്ങൾ പറയുന്ന ഒരു കമ്പനിയെ ഇവിടെ കൊണ്ടുവരാൻ മാത്രമുള്ള നിർബന്ധിത സാഹചര്യത്തിന്റെ അടിത്തറ BJP വിധേയത്വം മാത്രമല്ല, RSS വിധേയത്വം മാത്രമല്ല, സാമ്പത്തികമായി നോ പറയാനുള്ള ഭദ്രത കേരളത്തിന് തകർന്നു എന്നതുകൊണ്ടുകൂടിയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ പരിശോധിക്കുക. എന്താ ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി? എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തികമായ അവസ്ഥ പോയി നിൽക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാട്ടുകാർ കൊടുത്ത പണം പോലും വിനിയോഗിക്കാൻ ഒരു ഗവൺമെന്റ് പരുവമല്ല. ഞാൻ 1000 വട്ടം പറഞ്ഞതാണ് ഈ ദുരന്തമുണ്ടായപ്പോൾ, ഈ കള്ളവന്മാരെ വിശ്വസിക്കരുത്, ഇവരെ വിശ്വസിക്കരുത്. ഇവർ ഇത്ര ഭീകരമായ ആയിരക്കണക്കിന് മനുഷ്യർ ഒരു രാത്രി കൊണ്ട് പിടഞ്ഞു മരിച്ചുപോയ മഹാദുരന്തത്തെ പോലും കച്ചവടം ചെയ്യുന്ന അപകടകാരികളാണ്. പലരും പറഞ്ഞു, ഇപ്പോഴാണോ രാഷ്ട്രീയം പറയണത്? ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞല്ലോ, മാസങ്ങൾ കഴിഞ്ഞല്ലോ. ദുരിതാശ്വാസ ഫണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ വന്നിട്ടില്ലേ? വന്നത് ഈ പാവം മനുഷ്യർക്ക് കൊടുക്കാനല്ലേ? ആ സാധുക്കളായ മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ പണം മനുഷ്യർ അയച്ചു കൊടുത്തത്? ആ പണം എവിടെയാണ് മുഖ്യമന്ത്രി? ആ പണം വെച്ചൊരു പാക്കേജ് നിങ്ങൾ പ്രഖ്യാപിച്ചോ? ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഒരുപാട് പണം അമുക്കിയവരാണ് നിങ്ങൾ. ഇവിടുത്തെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസം, ഇവിടേക്ക് വന്ന സുനാമി ദുരിതാശ്വാസം, എന്തെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പണം നിങ്ങൾ വഴിമാറ്റിയിട്ടുണ്ട്.
ഏതെല്ലാം വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ വയനാട്ടിൽ ആ മനുഷ്യർ ഇപ്പോഴുമുണ്ട്. അവിടെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ സംഘടനകൾ ഒരുപാടുണ്ട്. മുസ്ലിം ലീഗ് അടക്കം പണം പിരിച്ചിട്ടുണ്ട്. അവരൊക്കെയും അവരുടെ പണവിനിയോഗത്തിലേക്ക് പോകാത്തത് ആ വിനിയോഗിക്കുന്നതിന്റെ മുൻപന്തിയിൽ ഗവൺമെന്റ് ഉണ്ടാകണം എന്ന ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ അതിനെ മറികടന്നു പോകേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കാര്യം കേരളം എത്തുകയാണ്. ഒരു ദുരിതാശ്വാസ ഫണ്ട് പോലും തൊടാൻ ധൈര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താ അറിയുക? ഇന്നത്തെ വാർത്ത, UAE-യിലെ ടീകോം കമ്പനി സ്മാർട്ട് സിറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, UAE-യിലെ ആ കമ്പനി വരുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ആ കമ്പനി കൊണ്ടുവരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ആ സമയത്ത് വലിയ എഫേർട്ട് എടുത്ത് ആ കമ്പനി കൊണ്ടുവന്നു. കേരളം വലിയ പ്രതീക്ഷയിലായി. ഇവിടെ നിന്ന് എത്ര പേരാണ് ദുബായിൽ പോയിട്ട് അവിടുത്തെ IT മേഖലകളിൽ പ്രവർത്തിക്കുന്നത്, ജോലി ചെയ്യുന്നത്, അവരുടെ കുടുംബം പോറ്റുന്നത്. അവർ എത്ര സമ്പന്നരായി മാറുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ദുബായിയുടെ ടീകോം കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, സ്മാർട്ട് സിറ്റിയിൽ അവരുടെ ഒരു ഇന്റർനെറ്റ് സിറ്റി ഉണ്ടാവുക. സ്മാർട്ട് സിറ്റിയിൽ അന്ന് നിങ്ങൾ ചെറുപ്പക്കാർ ഓർക്കുന്നുണ്ടാവും, അന്ന് VS അച്യുതാനന്ദൻ ഈ സ്മാർട്ട് സിറ്റി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഉടക്കിട്ടപ്പോൾ UAE ചോദിച്ചു, നിങ്ങൾക്ക് താല്പര്യമില്ലേ? ചെറുപ്പക്കാർ പ്രക്ഷുബ്ധരായി. അന്ന് പറഞ്ഞത് UAE 90,000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ്. 90,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ്. ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ഇന്നത്തെ വാർത്ത ആ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ടീകോം കമ്പനി ഇവിടെ നിന്ന് ലോകം മുഴുക്കെ IT-യിൽ കോടികൾ കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് UAE-യുടെ ഈ കമ്പനി, പലയിടത്തും ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി കേരളത്തിൽ നിന്ന് പോവുകയാണ്. ഇന്നത്തെ വാർത്തയാണ്. രണ്ടാമതൊരു വാർത്തയുണ്ട് ഇന്ന്. എന്താണെന്നറിയോ? നിങ്ങളുടെ KSEBയുടെ റേറ്റ് കൂട്ടിയിരിക്കുന്നു. നിങ്ങൾ KSEBയുടെ ബില്ല് കൂട്ടിയിരിക്കുന്നു. ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാത്ത വിധം ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്തുമാത്രം കൊള്ളയാണ് KSEB ചെയ്യുന്നത്. എത്ര മാരകമായിട്ടാണ് സാധാരണക്കാരായ മനുഷ്യന്റെ മുകളിൽ KSEBയുടെ റേറ്റ് കൂട്ടിയിരിക്കുന്നത്. ഒരു ചർച്ച പോലും ആകാത്ത വിധം സാധാരണ മനുഷ്യന്റെ ഓർമ്മകളിൽ നിന്നോ ചിന്തകളിൽ നിന്നോ ഒരു സ്വാഭാവിക വാർത്തയായി അത് മാറാനുള്ള കാരണം എന്താണ്? നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. അതാണ് പ്രശ്നം. വേറെ ഒരുപാട് കാര്യങ്ങളിൽ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് നമ്മളെ ഭരണകൂടം തന്നെ കൊണ്ടുപോവുകയും നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയും ചെയ്യുക. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ സ്ഥിതി എന്താണ്? ഇത് വള്ളിക്കുന്ന് നിയോജക മണ്ഡലമാണ്. ഇവിടെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ആ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തല്ലേ നിങ്ങൾ? യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് നിലവാരം എന്താണ്? എത്ര സ്വപ്നം, എത്ര പ്രതീക്ഷ, എന്തെല്ലാം ആഗ്രഹങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് ആ വലിയ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നത്, കേരളത്തിനുണ്ടായിരുന്നത്, മലബാറിനുണ്ടായിരുന്നത്, ആ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് നിലവാരം എന്താണ്? ഹമീദ് മാഷ് ഉണ്ടല്ലോ അവിടെ. നിങ്ങളുടെ MLA-യോട് ചോദിക്ക്, ഹമീദ് മാസ്റ്ററോട് ചോദിക്ക്, എന്താണ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് നിലവാരം? ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണോ? മക്കൾക്ക് ഇവിടുത്തെ ഒരു ഗ്രാജുവേഷൻ എടുക്കാൻ മനസ്സില്ല, താല്പര്യമില്ല. എങ്ങനെയാ താല്പര്യം ഉണ്ടാവുക? വിജയരാഘവൻ പറയുന്ന ബടായി കൊണ്ടൊന്നും ആളുകൾ ഇവിടെ നിൽക്കൂല. ഇവിടെ അക്കാഡമിക് നിലവാരം ഉണ്ടാവണം കുട്ടികൾക്ക്. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, +2 കമ്പ്യൂട്ടർ സയൻസ് അതിന്റെ സിലബസ് നിങ്ങളൊന്ന് പോയി പരിശോധിച്ചു നോക്ക്. 2020 3G വരും, 4G വരും എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇപ്പോഴും കുട്ടികൾ പഠിക്കണത്. ഈ അക്കാഡമിക്കലായ പഠനവും കൊണ്ട് ലോകത്ത് അവർ ആരോട് കോമ്പറ്റ് ചെയ്യാനാണ്? ആരോട് മത്സരിക്കാനാണ്? ഒരു തരത്തിലും ഈ നാട്ടിന്റെ അക്കാഡമിക് നിലവാരത്തെ ഉയർത്താൻ ധൈര്യമില്ലാത്ത, പക്വതയില്ലാത്ത, പാകതയില്ലാത്ത ഒരു കൂട്ടം അടിമകളുടെ കയ്യിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പോലും. ശിവൻകുട്ടി, എനിക്ക് എൻ്റെ സുഹൃത്താണ് ശിവൻകുട്ടി. പക്ഷെ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം എത്രമാത്രം അദ്ദേഹത്തിന് തന്നെ അതാവുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. ഒരു പത്രസമ്മേളനത്തിൽ വരുമ്പോൾ അറിയാം ശിവൻകുട്ടി ആരാണ്, അദ്ദേഹത്തിന് ഇത് എത്രത്തോളം കഴിയും. ഒരു തമാശക്ക് എന്താണ് കേരളത്തിന്റെ ആരോഗ്യരംഗം? മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠക സംഘത്തിന് കൊടുത്തു എന്നല്ലാതെ ഈ ആരോഗ്യരംഗത്ത് ഇതൊക്കെയും മറക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ മറക്കുക. എന്നിട്ട് പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും രാഷ്ട്രീയം പറയാതിരിക്കുക. ആര് പറയാതിരിക്കുക?
കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാതിരിക്കുക, ഭരണകൂടം പറയാതിരിക്കുക, ഇടതുപക്ഷം പറയാതിരിക്കുക. അവര് പറഞ്ഞ രാഷ്ട്രീയം എന്താണ്? സന്ദീപ്, എന്തിനാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്? ഉത്തരം സിമ്പിൾ അല്ലേ CPM കാരാ? എന്തിനാണ് OK വാസു RSS നിന്ന് CPM വന്നത്? OK വാസുവിനെ നിങ്ങൾ സ്വീകരിച്ചത് ദേവസ്വം ബോർഡ് കൊടുത്തിട്ടാണ് അല്ലേ? അതൊരു ഹലാലായ കാര്യവും ഇതൊരു ഹറാമായ കാര്യമാകുന്നത് എങ്ങനെയാണ്? OK വാസു എന്ന RSS കാരന് CPM വരല്ലേ? സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ചരിത്രമല്ല OK വാസുവിന്. CPM കാരൻ അവിടെ ഒരു ഭീകരാന്തരീക്ഷം ആസൂത്രണം ചെയ്താൽ അത് പൊളിക്കാൻ കഴിയുന്ന മറുഭീകരാന്തരീക്ഷം ആസൂത്രണം ചെയ്യാൻ കെൽപ്പുള്ള അതിഭീകരനായ ഒരു RSS കാരനായിരുന്നു OK വാസു. ആ OK വാസു CPM വന്നല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. അയാൾക്ക് ദേവസ്വം ബോർഡ് കൊടുത്തല്ലോ. അതിനേക്കാൾ അതിശയം എന്താണ്? സന്ദീപ് വാര്യരെ പോലെ ഒരാൾ കോൺഗ്രസിലേക്ക് വന്നാൽ അതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ? ഇനി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് പാണക്കാട്ട് നിങ്ങൾ എന്തിനാ ചീത്ത വിളിക്കണത്? അതിലെന്താ സാങ്കത്യമുള്ളത്? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസിലേക്ക് വന്ന വഴിക്ക് പാണക്കാട് തങ്ങളെ കാണാൻ വന്നു. ഘടകകക്ഷിയുടെ നേതാവാണ്. അതിനുമപ്പുറം സന്ദീപ് വാര്യർക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ BJPയുടെ കൊടി പിടിച്ച് RSS പ്രവർത്തകനായി പരമത വിദ്വേഷം ഇത്രമേൽ പ്രചരിപ്പിച്ച് നടന്ന ഒരാൾ കേരളത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു വക്താവെന്ന് ഈ നാട് അംഗീകരിക്കുന്ന സാദിഖ് തങ്ങളെ കാണുകയാണ്. ആ കാണുമ്പോൾ സന്ദീപിൻ്റെതായ രാഷ്ട്രീയ പ്രായശ്ചിത്തമുണ്ട്. അത് സന്ദീപ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് സന്ദീപ് വാര്യർ വരുന്നതിനെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ തങ്ങളെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? സാദിഖ് തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ചോദിക്കുകയാണ്, തങ്ങളെ വിമർശിച്ചുകൂടെ? ആരാ സ്നേഹിത പറഞ്ഞത് തങ്ങളെ വിമർശിച്ചുകൂടാന്ന്? തങ്ങൾ വിമർശനത്തിനൊക്കെ അതീതമായ ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് തങ്ങളെ വിമർശിക്കാം, പക്ഷെ വിമർശിക്കുന്നത് എന്തിനാണ്? അത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? തങ്ങൾ എന്ത് അപകടമാണ് ഉണ്ടാക്കിയത്? എന്റെ സഖാവേ, നിങ്ങളുടെ നേതാവ് സഖാവ് പിണറായി വിജയൻ സാദിഖ് അലി തങ്ങളെ ആക്ഷേപിക്കുന്ന ദിവസം ആ മനുഷ്യൻ അങ്ങ് എറണാകുളത്താണ്. മുനമ്പം വിഷയത്തിൽ അവിടുത്തെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ. നിങ്ങൾ എത്ര കണ്ണടച്ചിരുട്ടാക്കിയാലും CPM കാരാ, കേരളത്തിൽ നടക്കുന്ന അപകടകരമായ ഒരു സംഘി CPM ഗൂഢാലോചനയുണ്ട്. അതെന്താണെന്നറിയുമോ? ഇവിടുത്തെ മൈനോറിറ്റിയായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ആസൂത്രിതമായി നടക്കുന്ന ശ്രമമാണ്. അതിന്റെ മുൻപന്തിയിൽ പലരുമുണ്ട്, അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പലരുമുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുനമ്പം വിഷയത്തെ അത്തരത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സന്നിഗ്ധമായ ഘട്ടത്തിലാണ് ആ മനുഷ്യൻ അതിന്റെ തലപ്പത്ത് പോയി നിൽക്കുന്നത്. മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഫാറൂഖ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗാണോ? അവനെ പിടിക്കേണ്ടത് CPM ആണോ കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത്. ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് വഖഫല്ലെന്ന് പ്രഖ്യാപിക്കാൻ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടേ ഗവൺമെന്റ്. ഈ സ്ഥലം മറ്റുള്ളവർക്ക് വിൽക്കുന്ന കള്ളക്കളിയിൽ ആർക്കൊക്കെ പങ്കുണ്ട്? മഹാനായ സീതി സാഹിബ് ഫാറൂഖ് കോളേജിന് അവിടെ ജന്മം കൊടുക്കുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ വിയർപ്പും അതിന്റെ രക്തവും മാംസവും ആ സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ നിങ്ങൾ അറിയേണ്ടത്, ഈ മലബാറിന്റെ തെരുവിൽ വിട്ടുകൊടുത്തത് ആ മുനമ്പത്തെ ഭൂമി മാത്രമല്ല. ബാക്കി ഭൂമികളുടെ എവിടെ? അന്വേഷിക്കണം. കൊടുത്തതിന്റെ രേഖകളുണ്ട്, വഖഫ് ചെയ്തതിന്റെ ആധികാരികതകളുണ്ട്. അതെവിടെയാണ്? ഉത്തരം പറയണം. ഞാൻ ഒരു കാര്യം പറയുന്നത്,
ഗവൺമെന്റ് ഈ വിഷയത്തിൽ രണ്ട് സമുദായങ്ങളെ തല്ലിക്കാനുള്ള കളിയല്ല, വൃത്തികെട്ട കളിയല്ല കളിക്കേണ്ടത്. മറിച്ച് വസ്തുതാപരമായി മുനമ്പത്തെ ഇരകളുടെ കൂടെ ഞങ്ങൾ കൂടെ നിൽക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ചോദിക്കട്ടെ, ആ ഇരകളുടെ കൂടെ നിന്നുകൊണ്ട് ആരാണ് ഈ വഖഫ് വിഷയത്തിൽ കളിച്ചത് എന്നതിന് ഉത്തരം നിങ്ങൾ പറയണം. അങ്ങനെ പറയാതെ പോകാൻ പറ്റില്ല. ആ വിഷയത്തിലാണ് ഒരു നിലപാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു സമന്വയത്തിന്റെ നിലപാട് എടുക്കുന്നത്. ആ സമയത്ത് വന്നിട്ടാണ് തങ്ങളെ കുറിച്ച് പറയുന്നത്. തങ്ങളോട് ചോദിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് തങ്ങളെ വന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയനോട്, ഇവിടുത്തെ സകലരോടും, നിങ്ങൾ ഈ അനങ്ങിയാൽ ഈ ലീഗിന്റെ മേക്കെട്ട് മുസ്ലിം സമുദായത്തിന്റെ മേക്കെട്ട് കയറിയിട്ട് ഞങ്ങളോട് ഈ മതേതരത്വം തെളിയിക്കാൻ ചോദിക്കണേ, നിങ്ങളുടെ ഏർപ്പാട് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഞങ്ങൾ മാത്രം ഇങ്ങനെ ഈ മതേതര സർട്ടിഫിക്കറ്റ് അരയിൽ വെച്ച് കൊണ്ട് നടക്കുക അല്ലേ? ഇവിടുത്തെ മുസ്ലിം സമുദായം ആ പൂതി നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ ഒന്നും മുമ്പിൽ വന്ന് ഈ മതേതരത്വം കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തവും രാജ്യത്തെ ഒറ്റുകൊടുത്ത പിണറായി വിജയന്റെ പാർട്ടിയുടെ മുമ്പിൽ, RSSന്റെ മുമ്പിൽ ഞങ്ങൾക്കില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളെ മതേതരത്വം മനസ്സിലാക്കാൻ നീ സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കണ്ട, പാണക്കാട്ട് ഞങ്ങളെ സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട, ഈ മണ്ണെടുത്ത് മണത്ത് നോക്കണോ. ഇതിൽ പറ്റിപ്പോയ ചോരയുടെ മണമുണ്ടാകും ഇവിടുത്തെ മുസ്ലിമിന്റെ മതേതരത്വം മനസ്സിലാവാൻ, നിനക്ക് മനസ്സിലാവാൻ. എന്നിട്ട് മുസ്ലിങ്ങൾ മാത്രം തെളിയിക്കുക. പാണക്കാട് ഞങ്ങൾ ഇവൻ ചോദിക്കുമ്പോഴൊക്കെ ആര് ഈ CPM കാരൻ ചോദിക്കുമ്പോഴൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുക. എന്ത്? ഞങ്ങൾ ജമാഅത്തുമായിട്ട് ബന്ധമില്ല, ഞങ്ങൾ SDP ആയിട്ട് ബന്ധമില്ല. ഇതെന്താടോ, ലീഗ് മാത്രം ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണോ? അത് ലീഗ് മാത്രം ബോധ്യപ്പെടുത്തേണ്ട വിഷയമാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മുസ്ലിം സമുദായം എന്നാണ് വർഗീയതയുടെ കൂടെ നിന്നത്? വർഗീയതയുടെ കൂടെ നിന്നത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഹമീദ് മാഷൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ഈ വാർഡ് ഭയങ്കര വാർഡാണ്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം ചെയ്ത വാർഡാണ്, ഞങ്ങൾ എന്ത് പ്രഖ്യാപിച്ചാലും ഇവിടെ ഉഷാറാണ്. ഇവിടുത്തെ വാർഡില് മഹാഭൂരിപക്ഷം ലീഗുകാരാണ്, മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. സഖാവ് പിണറായി വിജയ, കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന, നിങ്ങൾ ഓമനിച്ചു വളർത്തിയ ഏതു തീവ്രവാദിയെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും ചേർന്ന് മത്സരിപ്പിച്ചാലും ഇവിടുത്തെ മാപ്പിളകൾ അവരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കേരളത്തിൽ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളയിടത്താണ് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്, SDPI തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്, PDP തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്. ഏതുപോലെ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷമുള്ളയിടത്ത് RSS തോൽക്കുന്നത് പോലെ. ഞങ്ങൾക്കതറിയാം. ഞങ്ങൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. പരസ്പരമുള്ള കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും സ്നേഹത്തിന്റെയും ആത്മബന്ധമാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരിടത്തും. ഇനി ഒരു കാര്യം CPM മനസ്സിലാക്കിക്കോ, ജമാഅത്തെ ഇസ്ലാമിയുമായി CPM രാഷ്ട്രീയ ബന്ധമുണ്ടാക്കി മത്സരിച്ച തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ മുസ്ലിം സമുദായം നിന്നത് CPMന്റെ കൂടെയല്ല, ജമാഅത്തിന്റെ കൂടെയല്ല. ഇവിടുത്തെ സമുദായം മുസ്ലിം സമുദായത്തിനകത്തു നിന്നും വന്ന ഏതു തീവ്രവാദ പ്രസ്ഥാനവും ഏറ്റവും കൂടുതൽ അവർ ആക്രമിക്കപ്പെട്ടത് സമുദായത്തെ കൊണ്ട് തന്നെയാണ്, സമുദായത്താലാണ്, പുറത്തുനിന്നാരുമല്ല. SDPI അതല്ലെങ്കിൽ അത്തരത്തിൽ വന്ന ഏതു തീവ്രവാദ സംഘടനയെയും ഞങ്ങളാണ് എതിർത്തത്, ഞങ്ങളാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചത്. എന്റെ ഒരൊറ്റ ചോദ്യം ഇതേയുള്ളൂ. എന്നിട്ടും ഇതൊക്കെ ചെയ്തിട്ടും P ജയരാജൻ എഴുതിയ പുസ്തകത്തില് മുസ്ലിം തീവ്രവാദമാണ് പ്രശ്നം, മത തീവ്രവാദമാണ് പ്രശ്നം. എന്നാൽ കാസ എന്ന് പറയുന്ന ഒരു കൊടും വിഷം ഇവിടുത്തെ ചില വൈദികന്മാരെ പോലും അവരുടെ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ പേരിലുള്ള ഏറ്റവും ഭീകരമായ RSSന്റെ കൂട്ടിക്കൊടുപ്പുകാരായ തീവ്രവാദ ഗ്രൂപ്പാണ് കാസ. ആ കാസ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, വളരെ വിസിബിളായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്നാൽ സഖാവ് പിണറായി വിജയൻ കാസക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്ക്. സഖാവ് പിണറായി വിജയൻ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയോട് വേണ്ട, PJ ജോസഫ് UDFിലാണല്ലോ, ആ PJ ജോസഫിനോട് എന്താണ് ഈ കാസ എന്ന് ചോദിക്കാത്തത് എന്താണ്? അതെന്തേ ചോദിക്കാത്തത്? അപ്പൊ കാസ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൽ പിണറായിക്ക് ആക്ഷേപമില്ല, CPMന് ആക്ഷേപമില്ല. ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഇവിടുത്തെ ഹിന്ദു സമുദായം കീഴടങ്ങാതെ പൊരുതി നിൽക്കുകയാണ് അല്ലേ? പക്ഷെ അവർക്കിടയിൽ RSS സ്വാധീനം ചെലുത്തുന്നു, അത് ചെലുത്താൻ ശ്രമം നടത്തുന്നു. സഖാവ് പിണറായി വിജയൻ ആക്ഷേപമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്കകത്തേക്ക് RSS നുഴഞ്ഞു കയറുന്നു. ലീഗിൽ വരൂലല്ലോ,
മറ്റുള്ള രാഷ്ട്രീയ CPM-നകത്ത് പോലും എന്താണ് സഖാവ് പിണറായി വിജയൻ നിങ്ങൾക്ക് ആശങ്കയില്ലാത്തത്? ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു വരുമ്പോ വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 175 ബൂത്തുകളിൽ രണ്ടാം കക്ഷി RSS ആണ്, BJP ആണ്. CPM രണ്ടാം കക്ഷിയായിടത്ത് സഖാവ് പിണറായി വിജയ നിങ്ങൾക്ക് ആശങ്കയില്ല? തീരെ ആശങ്കയില്ല. BJP-യിലേക്ക് CPM-കാരൻ കൊഴിഞ്ഞു പോകുന്നു. അതൊരു വലിയ പ്രശ്നമല്ലേ? കണ്ണൂർ ജില്ല എനിക്കറിയാലോ. ആ കണ്ണൂർ ജില്ലയിൽ CPM-ൽ നിന്ന് പോകുന്നത് BJP-യിലേക്കാണ്. അതൊരു അപകടം പിടിച്ച ഒരു പോക്കാണ്. നേരത്തെ അമിത് മാഷ് ഇവിടെ പറഞ്ഞു, അപകടകരമാണ്. നിങ്ങൾക്കറിയുമോ, മെനഞ്ഞാന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ജോയ്, അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ അടുത്തുണ്ട്. ആരാണ് ഈ കടകംപള്ളി എന്നറിയാലോ? മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് കണ്ടുപിടിച്ച കടകംപള്ളി സുരേന്ദ്രൻ അടുത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ജോയ് പറയാണ്, അവരുടെ ഏരിയ സെക്രട്ടറിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ്, CPM-ന്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ ജോയിയുടെ സ്റ്റേറ്റ്മെന്റ് പത്രത്തിലൊക്കെ കൊണ്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജോയ് പറയാണ്, ഈ ഏരിയ സെക്രട്ടറി പതുക്കെ പതുക്കെ BJP-യിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്തൊരു തമാശയാണ് മിസ്റ്റർ ജോയ്, ഇതെന്തൊരു തമാശയാണ് സഖാവ് പിണറായി വിജയ. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത് ഗോവിന്ദനോടല്ലേ? ഗോവിന്ദൻ എന്ത് റോള്? പിണറായി പറയുമ്പം നിൽക്കാനും ഇരിക്കാനും വിധിക്കപ്പെട്ട ഒരാളെന്നല്ലാതെ അയാൾക്ക് എന്ത് പാർട്ടിയിൽ റോളുണ്ട്? ഒരു റോളും ഇല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സഖാവ് പിണറായി വിജയ, നിങ്ങളുടെ ഒരു ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് പതുക്കെ പതുക്കെ പോകുന്നത് ആരാ നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. പറയുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ മുമ്പിൽ നിന്നാണ്. ഇതെങ്ങനെ സംഭവിക്കാതിരിക്കുക? ഞാൻ വിശദീകരിക്കാൻ നിൽക്കല്ല. നിങ്ങൾ ഈ മത തീവ്രവാദ ഈ സംഘടനകളെ വിമർശിക്കാൻ വേണ്ടി വരുമ്പോൾ, അതും P ജയരാജൻ വരുമ്പോൾ, നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്തിനാണ് മത തീവ്രവാദ സംഘടനകളോട് വിയോജിക്കുന്നത്? അവർ അതിക്രമങ്ങൾ നടത്തുന്നു, അവർ മനുഷ്യരെ കൊല്ലുന്നു, അവർ മനുഷ്യത്വത്തിനെതിരാണ്. എന്റെ CPM-കാരാ, നിങ്ങൾ വേറെ കൊടി പിടിച്ച് ചെയ്യുന്നതും അതല്ലേ? RSS ഇന്ത്യയിൽ ചെയ്യുന്നത് എന്താണ്? മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ്. ശരി, അത് RSS-ന്റെ കൊടി പിടിക്കുമ്പോൾ മാത്രമേ മനുഷ്യത്വരഹിതമാകൂ എന്നുണ്ടോ? അതേ പ്രവൃത്തി ഈ ലീഗിന്റെ പച്ചക്കൊടി പിടിച്ച് ചെയ്താലും തെറ്റല്ലേ? കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പിടിച്ചാലും തെറ്റല്ലേ? CPM-ന്റെ ചുവന്ന പതാക പിടിച്ചാലും തെറ്റല്ലേ? നിങ്ങൾ കണ്ണൂരിൽ ചെയ്യുന്ന അതിക്രമങ്ങൾ BJP-ക്ക് ബദലല്ല, BJP-ക്ക് സമാനമാണ്. എനിക്ക് ഒരു സന്തോഷമുണ്ട്. കാര്യം, അത് നേരത്തെ കുഞ്ഞനന്തന്റെ വിഷയം പറഞ്ഞപ്പോഴും നിങ്ങൾ എനിക്ക് നേരെ കുറച്ച് ചാടിയവരാണ്. എന്നെ ശരിയാക്കിക്കാളും. ഗോവിന്ദൻ പറഞ്ഞത് കുഞ്ഞനന്ത വിഷയം പറഞ്ഞപ്പോ ഷാജിക്കെതിരെ കേസെടുക്കുന്നാണ്. ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി. കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണല്ല, ഭയങ്കര ബേജാറാണല്ല. പക്ഷേ കേസ് ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. അത് വിഷയം കുഞ്ഞനന്തനാണ്. എങ്ങനെ മരിച്ചു എന്ന ചർച്ച കേരളത്തിൽ വരുന്നതിൽ നിങ്ങൾക്ക് ഭയമുണ്ട്, എനിക്കറിയാം. നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോ സ്വാഭാവികമായി ഞാൻ കണ്ണൂരിലെ ഒരു ജനപ്രതിനിധിയായി 10 കൊല്ലം ഉണ്ടായിരുന്ന ആളാണ്. CPM രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ അന്ന് പറയുമ്പോൾ എന്നോട് പലരും വേദി എന്ന് പറഞ്ഞു, നിങ്ങൾ കുഴപ്പമുണ്ടാക്കി. ഞാൻ പറഞ്ഞു, നവീൻ ബാബുവിന്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊരു കേവലം ആത്മഹത്യ അല്ല. നവീൻ ബാബു പിറ്റേ ദിവസം രാവിലെ പോകേണ്ടത് മക്കൾ 2 പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നിടത്തേക്കാണ്. ആ മക്കളോട് അദ്ദേഹം പറയില്ലേ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല കുട്ടികളെ, നിങ്ങൾ സ്റ്റേഷനിൽ എന്നെ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയില്ല, ഒരു SMS, ഒരു വാട്സാപ്പ്, ഒരു പേന കൊണ്ടെഴുതിയ ഒരു കത്ത് ഇല്ല. അയാൾ ഒരു സാധാരണ ക്ലർക്കല്ല, ADM ആണ്. അത്ര വിവരമില്ല അയാൾക്ക്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജ് എന്ന CPM കോട്ടയിലേക്ക് എന്തിനാണ് 20 കിലോമീറ്ററിനപ്പുറം കൊണ്ടുപോയത്? ഞാനത് പ്രസംഗിക്കുന്ന പിറ്റേന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBIക്ക് കേസ് വിടണമെന്ന് പറയുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളിവിടെ ഈ ശാന്തമായ ഗ്രാമാന്തരീക്ഷത്തിൽ ഇരുന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്നേഹമുള്ളവരെ, കണ്ണൂരിലെ രാഷ്ട്രീയം എന്തെന്ന്.
CPM നയിക്കുന്ന രാഷ്ട്രീയം എന്തെന്ന് ഈ മലപ്പുറത്തെ കുറെ ആളുകൾ CPM മുദ്രാവാക്യം വിളിക്കണില്ലേ, അവർക്കറിയില്ല ഇതെത്രമേൽ മനുഷ്യത്വ വിരുദ്ധമായ സംഘടനയാണെന്ന്. CPMകാരനായ നബീൻ ബാബുവിനെ അവസാനിപ്പിക്കുമ്പോ ദിവ്യ എന്ന് പറയുന്ന ഒരു അഴിമതിക്കാരിയായ ഒരു അഹങ്കാരിയുടെയും അവർക്ക് പിണിയാളായി നിൽക്കുന്ന തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും വിശ്വസ്തൻ വരെ നീണ്ടു നിൽക്കുന്ന അപകടകരമായ ഒരു ശൃംഖല അതിൻ്റെ പിറകിലുണ്ട്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, ജനപ്രതിനിധി എന്ന് പറയുന്നത് അങ്ങനെ കണ്ണും കാതും തുറന്നു തന്നെ നിൽക്കേണ്ട ആളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെ ഇവർ വേട്ടയാടിയെന്ന് ഞാൻ കണ്ണൂരില് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു കണ്ണൂർ പോയി മത്സരിക്കാൻ. ഹൈദരലി തങ്ങളാണ്. അവിടെ പോയി മത്സരിക്കുന്നു. സ്വാഭാവികമായി ഒരു ചെറുപ്പക്കാരനായി യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായി നിൽക്കുന്ന ഞാൻ അവിടെ പോയി മത്സരിക്കാൻ തങ്ങൾ പറയുമ്പോൾ അവിടെ പോയൊരു മത്സരം കാഴ്ചവെക്കുക, അത്രയേ ഉള്ളൂ. അതതിൻ്റെ ആത്മാർത്ഥമായ ഉത്തരവാദിത്തം അവിടെ നിർവഹിച്ചു. പക്ഷെ ജനങ്ങൾക്ക് അമിതമായ പ്രതീക്ഷയും ഇഷ്ടവുമായിരുന്നു. അവർ ഇത് മടുത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയാവസ്ഥയിലാണ്. CPMകാരൻ പ്രകാശൻ മാസ്റ്റർ 25,000 വോട്ടിനോളം ജയിച്ചു നിൽക്കുന്ന ഒരിടത്ത് പാർട്ടി എന്നെ നിയോഗിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അതിനെ മറികടന്ന് വോട്ട് ചെയ്യുകയാണ്. ആ വോട്ടിന്റെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? അവരൊരു വിശ്വാസത്തെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയല്ല ഒരു MLA. നിങ്ങളൊരു MLAക്ക് വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? അയാൾ നിങ്ങൾക്ക് കാവൽ നിൽക്കാനല്ലേ? ആ നാട്ടിൽ വരുന്ന ഒരു അപകടത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ലേ? അല്ലാതെ കിട്ടുന്ന ഓണററിയം വാങ്ങിയിട്ട് അതിങ്ങനെ തിന്ന് ജീവിച്ചു പോകാനാണോ? MLAയുടെ ബോർഡ് വെക്കാനാണോ? വണ്ടിയിൽ ഇങ്ങനെ പത്രത്തിൽ യാത്ര ചെയ്യാനാണോ? എനിക്കവര് ആദ്യത്തെ തവണ വോട്ട് തരുന്നത്, രണ്ടാമത്തെ തവണ നികേഷ് എന്ന് പറയുന്ന അവർക്ക് കിട്ടാവുന്ന അന്നത്തെ ഏറ്റവും വലിയ കാൻഡിഡേറ്റ് നിർത്തിയപ്പെടും. ആ ജനങ്ങൾ വോട്ട് ചെയ്തത് ഞാൻ അവരോട് കാണിക്കേണ്ടുന്ന വിശ്വാസ്യതയെ അവർ ഓർമ്മപ്പെടുത്തിയതായിരുന്നു. അവർ ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾ എന്തിനാണ് ടാക്സ് കൊടുക്കാത്തത്? എല്ലാത്തിനും ടാക്സ് കൊടുക്കണ്ടേ? എന്തിനാ കൊടുക്കാത്തത്? ഈ കെട്ടിയ പന്തലിന്, ഈ പറയുന്ന മൈക്കിന്, നടക്കുന്ന വഴികൾക്ക്, പോകുന്ന വാഹനത്തിന്, കഴിക്കുന്ന ഭക്ഷണത്തിന്, ധരിക്കുന്ന വസ്ത്രത്തിന് എല്ലാത്തിനും നികുതിയില്ലേ? എല്ലാവരും വാങ്ങുന്നു. ഈ നികുതി എന്തിനാണ്? ഈ നികുതി ഈ രാജ്യത്തിലെ ഗവൺമെന്റ് നേരാമണ്ണം വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ പറഞ്ഞുവിടുന്ന പ്രതിനിധികളാണ് ഈ രാജ്യത്തിലെ ജനപ്രതിനിധികൾ. ഞാൻ നിയമസഭയിൽ ഒരു ജനങ്ങളുടെ പ്രതിനിധിയായി പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്ന് ചെല്ലുമ്പോൾ ആ ഉത്തരവാദിത്തം എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ പ്രതിനിധിയായി അവിടെ ചെല്ലുമ്പോൾ, അവരിലൊരാളായിട്ട് ചെല്ലുമ്പോൾ ആ ഉത്തരവാദിത്തം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ സംസാരിച്ചു. കക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു മുഖ്യനോട് നിങ്ങൾ കക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു. മകളെ മുന്നിൽ നിർത്തിയിട്ട് കക്കുന്ന മുഖ്യമന്ത്രിയോട് നിങ്ങളൊരു കള്ളനാണ് എന്ന് പറയേണ്ടി വന്നു. അത് പറയാനുള്ള ബാധ്യതയല്ലേ ജനങ്ങൾ വോട്ടാക്കി എനിക്ക് തന്നിട്ടുള്ളത്? അതല്ലേ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? ആ ഉത്തരവാദിത്തമല്ലായിരുന്നു ഞാൻ നിർവഹിക്കേണ്ടിയിരുന്നത്? അതല്ലാതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഏതെങ്കിലും ഒരു CPMകാരനെ പിറകിൽ നിന്ന് ഒന്ന് നുള്ളിയോ ഞാൻ? ഇല്ലല്ലോ. ഒരു CPMകാരനെ ചെകിട്ട് തടിച്ചോ, ആക്ഷേപിച്ചോ, തെറി വിളിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം യാതൊരു മറയുമില്ലാതെ സത്യസന്ധമായി നിയമസഭയുടെ മുമ്പില്, അവിടെയല്ലേ എനിക്ക് പ്രിവിലേജ് ഉള്ളത്, ഒരു MLA എന്ന പ്രിവിലേജ്. ആ പ്രിവിലേജ് ഉപയോഗിച്ച് നിയമസഭയുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചതിന് എത്ര കേസുകൾ ഉണ്ടാക്കി? എത്ര കേസുകൾ? ആ ഇലക്ഷൻ കേസ് ഉണ്ടാക്കിയപ്പോ ഇത് ബഹുമാന്യനായ അമീദ് മാഷ് ഇവിടെ ഉണ്ടായിരുന്നു. 4 വർഷം ഒരു റുപ്പിക പാർക്കുന്ന MLA ക്വാർട്ടേഴ്സിലെ മുറിക്ക് പോലും വാടക കൊടുത്തായിരുന്നു ഞാൻ നിന്നത്. എന്തിന്റെ പേരിൽ എന്തെല്ലാം കള്ളക്കഥകൾ ഉണ്ടാക്കി? ഞാൻ CPMകാരോട് ചോദിക്കട്ടെ. ഞാൻ ആ കോടതിയുടെ വിധി വന്നതിന് ശേഷം സംസാരിക്കുന്ന പൊതുയോഗമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഓർത്തു നോക്ക്, എന്തിനു വേണ്ടിയായിരുന്നു, എന്ത് ചെയ്തു എന്നവർ പറയട്ടെ. ഞാൻ ചെയ്ത അപരാധം എന്താണ്? 2014 കൊടുത്ത ഒരു സ്കൂളിന്റെ പേരിൽ 2021 കേസെടുക്കുമ്പോ അന്ന് പറഞ്ഞതാണ് കേരളത്തിലെ വിജിലൻസിന്റെ ലോ അഡ്വൈസർ, നിയമ ഉപദേശം, ഈ കേസ് നിൽക്കൂല എന്നാണ്, തെളിവില്ല എന്നാണ്. എന്നിട്ടാണ് 2021 കള്ളമൊഴി വാങ്ങി ആ കേസ് നടത്തിയത്. എത്ര ലക്ഷം രൂപയാ നിങ്ങൾ ചെലവഴിച്ചത്? കോടി, 5 കോടിയിലധികം. സുപ്രീം കോടതിയിൽ നിങ്ങൾ അറിയുമോ, കെജ്രിവാളിനെ ജയിലിലേക്ക് പറഞ്ഞയച്ച വക്കീലാണ് എനിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹാജരായത്.
വെറുതെ പറയുന്നതാണോ? നോക്ക്, ഇന്റർനെറ്റ് എടുത്തത് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്ക്. എനിക്കെതിരെ വന്നത് അതും 2 പുലി പോലുള്ള വക്കീലന്മാർ 25 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന 2 പേർ. അങ്ങനെ 5 സിറ്റിംഗ് ഇരുന്നാൽ എത്ര കോടി ഉണ്ടാവും ഹൈക്കോടതി? എന്നിട്ട് അവസാനം നിങ്ങൾ എന്താക്കി? എന്റെ ചോദ്യം ഇതാണ്. ആ കേസില് എന്നെ കുടുക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ചെയ്ത ഈ തെമ്മാടിത്തരം ഉണ്ടല്ലോ, സഖാവ് പിണറായി വിജയ, ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങയുടെ വളപ്പിലുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചടക്കണം. നിങ്ങൾ വക്കീലിന് കൊടുത്ത പൈസ അറിയോ നിങ്ങള്? ഞാൻ ഒറ്റക്കാ പൊരുതിയത്. ഞാൻ എൻ്റെ ബഹുമാന്യമായ പാർട്ടിയോട്, എന്നെ ഞാനാക്കിയ സംഘടനയോട് ഞാൻ പറഞ്ഞു, അവരോട് 1 ഉറുപ്പ്യ പോലും ചോദിച്ചില്ല. 1 ഉറുപ്പ്യ പോലും ചോദിച്ചില്ല. ഞാനിതാ ഇവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പില്. നിങ്ങൾ താഴെ ഇരിക്കുകയല്ലേ? നിങ്ങളെല്ലാവരും അല്ലേ എന്നോട് ഇവിടെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞത്? അങ്ങനെ കയറി നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള ഒരു അർഹത ഉണ്ടാക്കേണ്ട ബാധ്യത മറ്റാരെക്കാളും എനിക്കാണ്. ആ അർഹത എനിക്ക് ഉത്തരവാദിത്തപൂർവ്വം ഉണ്ടാക്കിയെടുക്കേണ്ടത് ബാധ്യതയാണ്. എന്നെ കുടുക്കാൻ ശ്രമിച്ചത് ഒരു കള്ളക്കേസിലാണ്, ബൈത്തുൽ മാൽ മോഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ്. പക്ഷെ ഒരു കാര്യം സഖാവ് പിണറായി വിജയ, അള്ളാഹു നമ്മെ തൊടുന്ന ഒരു സന്ദർഭം ഉണ്ടാവും, വിശ്വാസികൾക്ക് അത് മനസ്സിലാവും. രോമം എഴുന്നു നിറ്റുപോകും. അള്ളാഹുവിന്റെ ഒരു സ്പർശം നമ്മളിൽ തൊടുന്നത് പോലെ സുപ്രീം കോടതിയിലെ വിധി വരുമ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നോടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്രയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും നേര് ഒരു ചെറിയ അംശമുണ്ടെങ്കിൽ അതിനെ മറക്കാനുള്ള കൊമ്പൊന്നും ഒരിരട്ടച്ചകന്റെ ഗവൺമെന്റിനും ഇല്ല എന്നത് എന്റെ ബോധ്യമാണ്. ആരോടും വാങ്ങില്ല. കുറെ സാധുക്കൾ ഞാനിവിടെ വരുമ്പോ, നിങ്ങളെ നാട്ടിലെ മുഹമ്മദ് ഖാനോട് എൻ്റെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ ബേജാറായിട്ട് ഡൽഹിയിൽ ആരെ കാണണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോ മുഹമ്മദ് ഖാനെ വിളിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ബേജാറാവണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം. എനിക്ക് അദ്ദേഹത്തെ അന്നും അറിയായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് അഴീക്കോട്ടിൽ വന്നു എന്നൊക്കെ എന്നോട് സുഹൃത്തുക്കൾ കലാമാഷും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയുമായിരുന്നില്ല. എനിക്കത് പറയണം ഇവിടെ എന്ന് തോന്നിയതുകൊണ്ടാണ്. വളരെ കുറച്ച് ആളുകൾ, വളരെ സ്നേഹമുള്ളവർ എന്നെ വിളിച്ച് ചോദിച്ച്, എൻ്റെ കൂടെ നിന്നവരും മനുഷ്യനൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലീഗിന്റെ ഒരു പ്രവർത്തകനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ KM ഷാജിയുടെ പേരിൽ 1 സെക്കൻഡ് പോലും തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ഈ വേദിയിലിരിക്കാൻ ഞാൻ അർഹനല്ല. നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കാനും ഞാൻ അർഹനല്ല. ഒരു കാര്യമുണ്ട്, 1 കേസ് കാട്ടിയിട്ട് 10 കേസ് കാട്ടിയിട്ട് ഒരു ഭരണകൂടം എല്ലാ സംവിധാനങ്ങളും ആക്കി പുറപ്പെട്ടാലും നിങ്ങൾക്കൊന്ന് അനക്കാൻ പോലും പറ്റാത്ത നട്ടെല്ലാണ് നടുപ്പുറത്തുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. അതങ്ങനെ കീഴ്പ്പെടുത്താനാവില്ല. അതിൻ്റെ ഒരു ജനുസുണ്ട്, അതിൻ്റെ ഒരു രീതിയുണ്ട്. തൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് RSSകാരന്റെ മുമ്പിൽ സുക്കൂത്തായ പിണറായി വിജയന് ഈ നട്ടലിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. ലവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നരേന്ദ്രമോദിയുടെ മുമ്പിൽ സുക്കൂത്തായിട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളം കഴിഞ്ഞപ്പോ വിദേശത്ത് ടൂറ് പോയ പിണറായി എന്ന് പറയുന്ന കാട്ടുകള്ളന് KM ഷാജി പറയുന്ന നട്ടലിന്റെ അർത്ഥമറിയില്ല. അത് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ മുഖ്യമന്ത്രി മടിയിൽ കനമില്ലാതെ ജീവിക്കാനുള്ള ആർജവമുണ്ടാകണം. അതില്ലാത്തടത്തോളം ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. രാഷ്ട്രീയത്തില് ആധുനിക കാലം സുതാര്യമായ ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. നമ്മളെ വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീകൾ പോലും വാച്ച് ചെയ്യുന്നുണ്ട്. അവര് പോലും കിട്ടുന്ന വേളയിൽ ഇതെല്ലാം കാണുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ക്യാമ്പസിലെ കുട്ടികൾക്കറിയാം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജനഹിതത്തിന് സമാനമായി അവർക്ക് വേണ്ടി നിൽക്കാനുള്ള ശക്തി ആർജിക്കണം. ഒരൊറ്റ മനുഷ്യനെ ഇന്ത്യയിൽ അതിൽ ഉദാഹരണമായി എടുക്കാം. ഞാനത് പറയുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. എല്ലാ ആക്ഷേപങ്ങളും ചൊരിഞ്ഞപ്പെടും. ഇയാൾ പപ്പുവാണെന്ന് പറഞ്ഞപ്പെടും, ഇയാൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പെടും, കൊള്ളില്ലെന്ന് പറഞ്ഞപ്പെടും. ആ മനുഷ്യൻ അയാളിലേക്ക് തന്നെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ മോശക്കാരനാണോ? അതല്ലെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അയാൾ തെരുവുകൾ മുഴുവൻ ഇറങ്ങി നടന്നു. ആ മനുഷ്യന്റെ പിറകിൽ ഇന്ത്യ മുഴുവൻ ഒരുമിച്ച് പിറകിൽ നടന്നു. അവിടെയാണ് ആ രാഷ്ട്രീയം ഉണ്ടാവുന്നത്. ഞാൻ കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ, ആ മുന്നണിയുടെ കൂടെ നിൽക്കാൻ എല്ലാവരും ശ്രമിക്കണം. സ്നേഹമുള്ള സഖാക്കളെ, ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇനി വേറൊരു ബസ് വരാനില്ല. ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തോറ്റുപോകുന്നു, വയനാട്ടിൽ നിന്ന് മാത്രം ജയിക്കുന്നു.
പിന്നെ കളിയാക്കലോട് കളിയാക്കലാണ് സഖാക്കൾ. ഇഞ്ചി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ പോലെ എന്നോട് എപ്പോൾ ചോദിക്കും, ലാസ്റ്റ് ബസ് പോയോ, ലാസ്റ്റ് ബസ് വന്നോ, ലാസ്റ്റ് ബസ് പോയാൽ പിന്നെ വേറെ ബസ് വരാനുണ്ടോ, കളിയാക്കി. പക്ഷെ സഖാവേ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആ ലാസ്റ്റ് ബസ്സിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ചിഹ്നമുണ്ടല്ലോ, അരിവാളും ചുറ്റിയൊക്കെ ആക്രി കടയിൽ പോയിട്ട് തിരയേണ്ടിയിരുന്നു. കാര്യങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടാവില്ലായിരുന്നു, ആക്രി കടയിലേ കാണുമായിരുന്നുള്ളൂ. അത് ഈ യാത്രയിൽ കയറിയതുകൊണ്ടാണ്. അതുകൊണ്ട് തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ നടത്തുന്ന വിടുപണിയിൽ ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി പോയി വീഴരുത്. അത് തെളിയിക്കേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങളാണ്. അവർക്കാണത് കഴിയേണ്ടത്. അതിന് കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കണം. ആ മുന്നേറ്റത്തിനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. മുഖ്യധാര രാഷ്ട്രീയത്തിനകത്ത് ചേർന്നു നിൽക്കാൻ, അങ്ങനെ മുന്നോട്ട് പോകാൻ. ഒരിക്കലൂടെ നിങ്ങളുടെ നാട്ടിൽ പൊതുപ്രവർത്തനം കൊണ്ട് മികവ് കാണിച്ച ഒരു മനുഷ്യനെ ആദരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. നിങ്ങൾ മനോഹരമായ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിയുടെ പാട്ടുകൾ ആസ്വദിച്ചിവിടെ ഇരിക്കൂ. അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ ഹിന്ദ്.